ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹിക്ക് പോവാണ്. നമ്മൾ പോകുന്നത് ശിവജേച്ചൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് 3 ദിവസമുണ്ട് ഈ ഒരു മാരേജിൻ്റെ ഫംഗ്ഷൻസ്. അവിടുത്തെ രീതിയിൽ 3ാമത്തെ ദിവസമാണ് കല്യാണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡേയിൽ ഞങ്ങൾക്ക് അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നല്ല വിലക്കുറവിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിലോ ഒന്ന് നോക്കണമെന്നുണ്ട്. പിന്നെ താജ്മഹലൊക്കെ കൊണ്ടുപോകാമെന്ന് എൻ്റെ ഷാജഹാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയത്തില്ല കൊണ്ടുപോകില്ലയോ എന്ന് ടൈം കിട്ടുകയാണെങ്കിൽ. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നാട്ടിൽ പോകാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും എല്ലാം റെഡി. പിന്നെ റൂമെല്ലാം അലങ്കാരപ്പെട്ട് കിടക്കുവാണ്. ഇതെന്താ സൗണ്ട് കേൾക്കുന്നത്? ക്ലീനർ ജാനു ഇടിക്കല്ലേ. ഇത് ഷിനജാസിൻ്റെ അനിയന് ഹൈദരാബാദ് വർക്ക് ചെയ്യുന്നത് ആപ്പിളില്. അപ്പം ഞാൻ വന്നപ്പോൾ ലീവിന് വന്നതാണ്. നാളെ പോവല്ലേ? നാളെ അവൻ തിരിച്ചു പോവും. അപ്പോൾ പിന്നെ എടുത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേ കാണത്തുള്ളൂ. വർക്ക് ഫ്രം ഹോം ആണോ പപ്പയ്ക്കോ? 3 പേർക്ക് വർക്ക് ഫ്രം ഹോമാ. മമ്മിക്ക് വർക്ക് ഫ്രം ഹോമാ. അപ്പം പപ്പയാണെങ്കിൽ നാളെ തൊട്ട് പുതിയൊരു ജോലിക്ക് പോവാ. ഓൾറെഡി ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയതാ. ചെറുപ്പക്കാരനാ കണ്ടാലേ, പക്ഷെ നല്ല പ്രായമുണ്ട്. അപ്പോൾ റിട്ടയർ ആയോ അപ്പോൾ പുതിയൊരു ജോലിക്ക് ഇങ്ങനെ ചുമ്മാതെ വീട്ടിൽ ഇരുന്ന് ഫോൺ നോക്കി മടുത്തപ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോവാൻ ടൈം പാസിന് വേണ്ടി, അതിന് വേണ്ടി നാളെ തൊട്ട് പോവാണ്. അപ്പോൾ ആ കാര്യം ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഡൽഹിയിൽ പോവാം. एस्केलेटर है क्या? अभी से मैं हिंदी में ही बात करेगा. हिंदी आता है? हिंदी आता है ना. मेरा हस्बैंड गुजरात से है. എങ്ങനെയുണ്ട്? മേരാ വരുമ്പോൾ ഹേയും മേ വരുമ്പോൾ ഹുമ്മും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴില്ല എനിക്ക് എന്തോ ഓർമ്മയെന്നറിയാമോ, ഞാൻ നഴ്സിംഗ് പഠിച്ചപ്പോൾ ഹുബ്ലി എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. അവിടെ ആണെങ്കിൽ 21 hours എങ്ങാണ്ട ട്രാവല്. ഞങ്ങൾക്ക് ഡയറക്റ്റ് ട്രെയിൻ ആയിരുന്നു. അപ്പം പക്ഷേ നമ്മുടെ ബാച്ചിലുള്ള എല്ലാവരും കാണും. അതിൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ഫുഡ് കൊണ്ടുവരുന്നു, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ രസമായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു 12 hours അല്ലേ? 14 hours. നാളെ രാവിലെ ഇപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലും അല്ലേ? അവിടെ അത്രയ്ക്ക് തണുപ്പാണോ? UK കാട്ടിലോ? UK കിടക്കുന്ന നമുക്ക് എന്ത് തണുപ്പ് ഇവിടുത്തെ. ശരി, ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു സ്വെറ്റർ മാത്രം. അങ്ങനെ നമ്മള് ഏത് സ്റ്റേഷനാ ചെഞ്ച? നിസാമുദ്ദീൻ. ഇനി ഇവിടുന്ന് മെട്രോയ്ക്ക് പോകണം 2 മണിക്കൂർ. അവിടെ ചെന്ന് കൂട്ടുകാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മള് ബൈ ബൈ. ഇവിടെ ആക്ച്വലി ഇതുവരെ എനിക്ക് വലിയ തണുപ്പൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നോണ്ടായിരിക്കും. ശിവജേച്ചന് നന്നായിട്ട് തണുക്കുന്നുണ്ട്. എനിക്ക് തണുപ്പ് ആയിട്ടില്ല. ചിലപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നന്നായിട്ട് തണുക്കുമായിരിക്കും. ഈ ചേച്ചി സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ലായിരിക്കും അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ഈ ചേച്ചിയെ നിങ്ങളാരും വിചാരിക്കില്ല എനിക്ക് UK എന്ന് വന്നതിൻ്റെ അഹങ്കാരമാണ്. എനിക്ക് തണുപ്പ് തോന്നുന്നില്ല. UK ഞാനിങ്ങനെ ജാക്കറ്റ്സ് അധികം യൂസ് ചെയ്യത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കാരണം എനിക്കിഷ്ടമല്ല. തണുപ്പ് സഹിച്ച് ഞാൻ ഇതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഇടും, സ്വെറ്ററോ വല്ലതും ഇടും. റീസൈക്ലിംഗ് ആ കുപ്പിയെല്ലാം. പിന്നല്ലാതെ എനിക്ക് ബുദ്ധിയാ, പണ്ടേ ബുദ്ധിയാ. അവിടെ എല്ലാ സാധനവും റീസൈക്ലിംഗാ. നമ്മളെ സ്വീകരിക്കാൻ ആരും ഇല്ല. എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പൊ എല്ലാരും ഇവിടെ വന്നേനെ. അവിടെ ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ 5-6 സ്റ്റേഷനുകളുണ്ട് പോകാനായിട്ട്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ചെല്ലാം. വിശക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും വിശക്കും.
ഹായ്. അപ്പൊ അങ്ങനെ കല്യാണ ചെറുക്കനാണ് നമ്മളെ ഗ്രൂം നമ്മളെ ആണെങ്കിലും പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവർ കോളേജ് ഫ്രണ്ട്സ് ആണ്. ഇവർ കുറേ നാളിന് ശേഷമാണ് കണ്ടത്. ഇവര് ഞാനുള്ളതിന്റെ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് ശിലജസിന് അങ്ങനെ എനിക്കറിയാം. हिंदी में ही बात करेगा करेगी It's okay, we have 3 days. We'll eat everything. No, it's okay. Actually, इसको चाहिए. He want that and he is telling that my wife need parota. അപ്പോൾ നമ്മൾ കല്യാണം നടക്കുന്ന വീടിനോട് എത്തിയിട്ടുണ്ട്. അതിൽ ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതാണ് അവരുടെ വീട്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഏത് ഫ്ലോറാ ഇതാ? ഏത് ഫ്ലോർ? एक्सरसाइज वीडियो नहीं ले रहे. अयो यार मिस हो गया. मम्मी है? I thought it's your sister. Hi. हाँ same. ये दादी जी, ताई जी. नमस्ते. And बाकी हैं. हाँ. दादी जी रोज करने ഇപ്പോൾ ഇവിടെ ആൻറ്റി ഫുഡൊക്കെ വിളമ്പുന്നുണ്ട്. പ്യൂർ വെജാണ്. അപ്പൊ നമുക്ക് അവര് ഫുഡെല്ലാം കൊണ്ട് തന്നു. അപ്പൊ ഇവിടെ ആലു പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് ഷിനജസിന് ഇരിക്കുവാണ്. അപ്പൊ അവരത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഐറ്റംസ് ഇവിടെ വെജാണ് ഇന്നെന്നല്ല, എനിക്കൊന്ന് എല്ലാ ദിവസവും വെജാന്ന് തോന്നുന്നു. രാജ്മ കറി, റൈസ്, പിന്നെ എന്തോ ഒരു ചട്നി ഉണ്ട്, പിന്നെ അച്ചാറ്, പിന്നെ സ്പെഷ്യലായിട്ട് ഗുലാബ് ജാം നമുക്ക് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ശിവദോശൻ അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരെണ്ണെടുത്ത് കഴിച്ചു. ഭയങ്കര ഡയറ്റിങ്ങിലായോണ്ടേ കൺട്രോളില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ വീട് കാണാൻ പോവാണ്. ഇതെനിക്ക് തോന്നുന്നു പൂജാമുറിയാണ്, അതല്ലേ ശിഞ്ച? ചെറിയൊരു ക്യൂട്ട് ഇതാണ് ലിവിങ് റൂം. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. നമ്മൾ മേളിലോട്ടാണ് ഇപ്പം പോകുന്നത്. ഫുൾ ഡെക്കറേഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലും ഇതുപോലൊരു ലിവിങ് റൂം, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ഇത് ബെഡ്റൂമാ? ആ ഓക്കെ. പക്ഷെ അത് യൂസ് ഇല്ല ഇപ്പോൾ. ഓക്കെ. ഇവിടെ 2 ബെഡ്റൂമും ഒരു വലിയ ലിവിങ് റൂം, ഒരു ബാൽക്കണി, ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, പിന്നെ അഗെയിൻ നല്ലൊരു ബാൽക്കണി. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വീട്. ഇനിയിപ്പം നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ്. ഇല്ല, ട്രാവൽ ചെയ്തില്ലേ? कसम से यार तेरा अभी भी चल रहा है क्या ये? हाँ, सोने को कहाँ मिल रहा है यार? 2 मिनट में फोन मन कर रहा है फेंक दो इसका फोन. इसने मेरे बात पाना शायद. उसके ना अगले 2 महीने के बाद तेरा हाँ बोल दिया है. पर आज ना ये सिचुएशन है मेरा. मतलब तू कहना चाहता है मेरे साथ ये जो जुल्म हुआ है तेरी वजह से हुआ? मेरी वजह से हुआ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലെത്തി ഉടനെ തന്നെ നമ്മൾ ഷിനജാസിന്റെ ഫ്രണ്ടിന്റെ റൂമിലോട്ട് പോയായിരുന്നു. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും ഷിനജാസിന്റെ എക്സൈറ്റ്മെന്റ്, ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ റീസെന്റ് കണ്ടിട്ടേ ഇല്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരെ മീറ്റ് ചെയ്തു. അപ്പം അവിടെ ഫംഗ്ഷൻ ഇപ്പം തുടങ്ങും. ഞങ്ങളോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നേക്കാം, നമ്മുടെ ശീലം അതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഫംഗ്ഷന് പോകാനായിട്ട് റെഡിയായി. ഇന്ന് മെഹന്തിയാണ് ഇന്നത്തെ ഫംഗ്ഷന്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഗ്രീൻ കളർ ഡ്രസ്സൊക്കെയാണ് അവിടുത്തെ കളർ കോഡെന്ന്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അധികം അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാനും എനിക്ക് കെട്ടിയൊരു മാച്ചിങ് ആയിട്ട് ഒന്ന് വരാമോ, മാച്ചിങ് എന്നെ തണുത്തപ്പോൾ മാച്ചിങ് ആയി. അപ്പം ഞാൻ എന്ത് ഇത് ഗുജറാത്തി സ്റ്റൈലല്ലേ, ഒരു പലാസോ പാൻറ്റൊക്കെ ഉള്ള ഒരു സൽവാർ സ്യൂട്ടാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇപ്പോൾ അവിടെ മെഹന്തി ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഈ പഴയ രീതിയിലുള്ള ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടോയിലാണ് കയറിയിരിക്കുന്നത്.
ഇവരെന്തിനാ ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇവർക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകത്തില്ല. അവര് പറഞ്ഞതല്ലേ എനിക്ക് മനസ്സിലാവും. ഞാൻ മലയാളത്തിൽ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അവരത് പറഞ്ഞിട്ടിരിക്കുന്നു. ഓ ഗസിങ്. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. Follow my YouTube channel. What is the name of your YouTube channel? Do you remember? Kumaoni Punjabi. है ना? അപ്പൊ നമ്മളിവിടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ സംഗീത് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഞാൻ അതിന്റെ സീൻസ് കാണിക്കാം. അവിടെ ചെന്ന് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ മെഹന്തിക്കുള്ള എല്ലാ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അകത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും മെഹന്തി. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇവിടെ ചുമ്മാ സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോഴാണ് നമുക്ക് കഴിക്കാനായിട്ട് കുറേ എണ്ണയിൽ വറുത്ത് പൊരിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ കടുപ്പ് തുടങ്ങി. ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോഴേ ഞാനിതൊക്കെ കണ്ടിട്ടാണ് പോയി ഉച്ചയ്ക്ക് വന്നപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു തിരിച്ചു വരുമ്പോൾ നമുക്ക് കഴിക്കാം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇവരെന്തൊക്കെയോ തന്നിട്ട് ഞാൻ കഴിച്ചില്ല. അപ്പൊ ഇവിടെ ഷിനജേസിന്റെ വേറൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് കോളേജിൽ പഠിച്ചത് തന്നെയാണ്. കാനഡയിൽ നിന്നാണോ? ആ അപ്പൊ ഞങ്ങൾ നെയ്ബറാ. ഹുഡീസും കാനഡയിലാന്ന് തോന്നുന്നു. ഹുഡീസ് കാനഡയിലാ. അപ്പൊ എനിക്കെല്ലാം ഒന്നും മനസ്സിലാകത്തില്ല. എന്നാലും മനസ്സിലാകാത്തത് തന്നെ അവർ പഴയ പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരവരുടെ കോളേജ് ഡേയ്സിലെ കാര്യങ്ങളും ഒക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. മെഹന്തി ഇടാനായിട്ട് പോവാണ്. അപ്പൊ എല്ലാവരും കൂടെ കുറച്ചു നേരം ഇവിടെ മേളിൽ വന്നിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവര് ബോയ്സ് എല്ലാം അവിടെ തന്നെയുണ്ട്. അപ്പം ഞങ്ങൾ താഴെ പോയിട്ട് മെഹന്തിയൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ താഴോട്ട് പോവാണ്. മെഹന്തി ഇടുന്ന ആൾ വന്നിട്ടുണ്ട്. ഞാൻ മാത്രമേ ഇടുന്നുള്ളൂ, ഗീത ഇടുന്നില്ല. ഓൾറെഡി കയ്യിലുണ്ട് മെഹന്തി. 27ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാരേജിന് പോയിട്ട്. എനിക്ക് ഐഡിയ ഒന്നുമില്ല 2 സൈഡിൽ ഇടണോ അതോ ഒരു സൈഡിൽ ഇട്ടാൽ മതിയോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു ഫംഗ്ഷന്റെ പാട്ടാവുമ്പോൾ അങ്ങനെ ഇടാനുള്ളൊരു എക്സൈറ്റ്മെന്റ്. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കും. അപ്പോൾ അത് ചെയ്തിട്ടിരിക്കുക. എനിക്ക് ആക്ച്വലി ഇതൊന്നും അറിയില്ല. ഞാൻ ഇവരെല്ലാം ചോദിച്ചിട്ടാ. അപ്പോൾ ഞാൻ ഇവിടെ ഇടുന്നില്ലെന്ന് പറഞ്ഞ് പോയതാ പുറത്ത്. പക്ഷെങ്കിൽ അവരെന്നെ കൊണ്ട് ഇടിയിച്ചു. രണ്ട് പറഞ്ഞ നെയിൽസിൽ ഫുൾ ഇടാനാ പറയുന്നത്. പക്ഷെ ഞാൻ ഇട്ടില്ല. പിന്നെ ഷിനജസിന്റെ പേരും ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ നെയിം ജോസ് എന്ന്. അപ്പോൾ അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ടത് കളറായി വരുന്നുണ്ട്. ഞാനിവിടെ ഷിനജസിന്റെ പേരും എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ലൈറ്റ് കളറായിരുന്നു, ഇപ്പം കളറായി വരുന്നുണ്ട്. അവർ പറഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല കളറാവുമെന്ന്. ആക്ച്വലി എനിക്ക് ഇവിടെ ഇടാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഇട്ടു, 2 കയ്യിലും ഇട്ടു. പിന്നെ ഇവിടെ കല്യാണം ചെറുക്കനും ഇടും മെഹന്തി. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നാളെ ഞാൻ കാണിക്കാം. എനിക്കതൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പം ഞാനോർത്ത് പെണ്ണുങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെയല്ല, ചെറുക്കനും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ട് വന്നത്. ഇപ്പോൾ ചെറിയ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും റൂമുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു റൂമിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമുക്ക് നാളെ അടുത്ത ഫംഗ്ഷന് പോകണം. അപ്പോൾ നാളെയാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ നാളെ നമ്മൾ അതിന് പോവാണ്. നമ്മൾ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇതാണ് ഗ്രൂം റെഡി ആയി നിൽപ്പുണ്ട്. ഇതാരാണെന്ന് അറിയത്തില്ല. ഇന്നലെ അടി ഉണ്ടാക്കിയതിന്റെ പാടെല്ലാം മുഖത്ത്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ ഐറ്റംസ് എടുത്ത് ഇവിടെ നിന്ന് കഴിക്കുവാണ്. ദഹിവട, പാനിപ്പൂരി ഷിനജസൻ കഴിച്ചിട്ട് വന്നതാണ്, കോഫി. അപ്പോൾ ഇത് ഇന്നലെ നിങ്ങൾ കണ്ടില്ല, ഇത് ഷിനജസിന്റെ വേറൊരു ഫ്രണ്ടാണ്. അഫ്രോസ് എന്നാണ് പേര്. എവിടെ? അഫ്രോസ് ഖാൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അതുപോലെ അഫ്രോസ് ഖാൻ. ദഹി ബെല്ല
ബെല്ലെ ദഹി ബെല്ലെ എന്ന് പറയുന്നൊരു സംഭവമാണ്. ആക്ച്വലി ഞാൻ ദഹിവട എന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ കഴിച്ചിട്ട് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി എടുത്തിട്ട് വരാം. लगना चाहिए ओरिजिनल है. പാട്ട് ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ചെറുക്കൻ ഇപ്പൊ എൻട്രി ചെയ്ത് ഇതിലോട്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഇങ്ങനെ കല്യാണം പോകുന്നുണ്ട്. ഇപ്പൊ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് കഴിക്കുന്ന സമയമാണ്. അപ്പൊ ഞങ്ങളും എന്തൊക്കെയോ ഐറ്റംസ് എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ സ്റ്റേജിലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നു. നമ്മുടെ അവിടെ ആണെങ്കിലോ ഇടിച്ചു കുത്തി കയറ്റും പെട്ടെന്ന് പറയും. പക്ഷെ ഇവിടെ എല്ലാം പതിയെ ലേറ്റ് ആകും. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. അങ്ങനെ എല്ലാരും കാത്തിരുന്ന് ചെറുക്കനൊക്കെ സ്റ്റേജിൽ നിന്ന് കാത്തിരുന്ന് മടുത്തു. വെയിറ്റ് ചെയ്ത് കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇപ്പോഴാണ് 11:30 ആയി രാത്രി ടൈം. ഇപ്പോഴാണ് പെണ്ണ് വരുന്നത്. इसे सदा अपनी पलकों पे बिठाए रखना, लाख मुसीबतों के बाद भी अपनी जीवन संगनी बनाए रखना, थामा है हाथ इसका, इसको न छोड़ना, 7 जन्मों का नाता इसे न तोड़ना. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇന്ന് വെളുപ്പിന് 3:30-4 മണിയായി കല്യാണം കഴിഞ്ഞപ്പോൾ. ഇവിടെ രാത്രി ലേറ്റ് ആയിട്ട് തുടങ്ങി. ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ട് വെളുപ്പിന് വരെയാണ് കല്യാണത്തിന്റെ എല്ലാ പൂജയും അതിന്റെ കാര്യങ്ങളും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. നമ്മുടെ അവിടെ ഒരു ഉച്ചയാകുമ്പോൾ കഴിയുന്ന കല്യാണം ഇവിടെ രാത്രിയിൽ തുടങ്ങി രാവിലെ വരെ പോകുന്നു. അതെനിക്ക് ശരിക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ശിവചാച്ചൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ഈ കല്യാണം തന്നെ രാവിലെ വെക്കുന്നവരും ഉണ്ട്, ഇതുപോലെ വൈകിട്ട് വെക്കുന്നവരും ഉണ്ട്. അത് അവരെ ഡിപ്പെൻഡ് ചെയ്താണ്. പിന്നെ രാത്രിയിൽ വെക്കുമ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ഉണ്ട്. അങ്ങനെ എന്തോ ഒരു വിശ്വാസം ഉണ്ട് ഇവർക്ക്. അതുകൊണ്ടാണ് മോസ്റ്റ്ലി ആൾക്കാർ നൈറ്റിൽ കല്യാണം വെക്കുന്നത്. അപ്പോൾ ഇന്നലെ ഗ്രൂം ആണെങ്കിലും ബ്രൈഡ് ആണെങ്കിലും പൊളിയായിരുന്നു അവരെ കാണാനായിട്ട്. അത് സ്പെഷ്യലി അവരുടെ ഒരു ഡ്രസ്സിങ് രീതിയാണ്. ആ ഒരു റെഡ് കളർ ലെഹങ്കയും പിന്നെ വലിയൊരു മൂക്കുത്തിയും അങ്ങനെ കേട്ടിട്ടുള്ള ഒരു സ്റ്റൈലില്ലേ, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഈ കല്യാണ ദിവസം അച്ഛൻ കൈ പിടിച്ച് തരത്തില്ല, ഇത് നിന്റെ ഭാര്യയാണ്, നീ അവളെ നോക്കിക്കോണം, അങ്ങനെ അതൊക്കെ അതുപോലെ ഇവിടെ എന്തൊക്കെയോ അവരും പറയുന്നുണ്ട്. അതല്ലേ അവർ പറഞ്ഞു ഇന്നലെ. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്, അത് ഏത് സ്ഥലത്ത് പോയാലും ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇമോഷണൽ ആയിട്ട് തോന്നിയതെന്ന് പറഞ്ഞാല് പെണ്ണിന്റെ സിസ്റ്റർ ഒരിങ്ങനെ നോട്ട് പോലെ വായിക്കുന്നുണ്ടായിരുന്നു. അത് എന്റെ കല്യാണം കഴിച്ച് പുതിയൊരു കുടുംബത്തിൽ വിടുന്നു, അനിയത്തിയെ കുറിച്ചുള്ള കുറെ നല്ല കാര്യങ്ങളും പിന്നെ അവളെ ടേക്ക് കെയർ ചെയ്യണം അങ്ങനൊക്കെ പറഞ്ഞപ്പോ രണ്ടുപേരും ചേച്ചിയും അനിയത്തി രണ്ടുപേരും കരഞ്ഞു. ആക്ച്വലി അതൊക്കെ ഒത്തിരി നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഒത്തിരി
എന്താ പറയുക, ഇച്ചിരി ഒരു ഇമോഷണലായി പോകുന്ന ഒരു സീനായിരുന്നു അത്. ആ പുള്ളിക്കാരി അത് വായിച്ചപ്പോൾ ഫുള്ള് സൗണ്ട് ഇടറി വായിച്ചു. അങ്ങനെയൊക്കെ സന്തോഷമുണ്ട്, എൻ്റെ കൂട്ടത്തിൽ ചെറിയ സങ്കടവും കൂടെ ആണല്ലോ ഈ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ. എസ്പെഷ്യലി പെൺപിള്ളേർക്ക് എല്ലാം വിട്ടിട്ട് പുതിയൊരു സ്ഥലം, ദേശം, ആൾക്കാർ എല്ലാത്തിലോട്ടും പോവല്ലേ. അപ്പോൾ അതിൻ്റെതായ പല മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു ഇന്നലെ. അപ്പം പെണ്ണ് കരഞ്ഞപ്പോൾ ചെറുതായിട്ട് ചെറുക്കൻ്റെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇമോഷണലി കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിന് കാര്യം എടുത്ത് പറയണം, ഇവർക്ക് ഭയങ്കര ക്ഷമയാണ് ഫോട്ടോ എടുക്കാൻ. നമ്മുടെ അവിടുത്തെ കൂട്ടല്ല, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഏതെങ്കിലും അമ്മാവൻ വന്നിട്ട് മതി 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 ക്യാമറമാർ പൊക്കേന്ന് പറയും. ഇത് അങ്ങനൊന്നും അല്ല. അവർക്കൊരു സീൻ കിട്ടിയില്ലെങ്കിൽ അവർ റീക്രിയേറ്റ് ചെയ്തിട്ട് നല്ല ഫോട്ടോസ് എടുക്കും. ഇവിടെ വന്ന് ഞാൻ ഇതെല്ലാം കണ്ടപ്പോഴോർത്ത് നമ്മുടെ ഒരു ഇന്ത്യയിൽ എന്തോരം കൾച്ചറൽ ഡിഫറൻസ് ആവുന്നത്. ഒരു പ്ലേസിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റേഴ്സ് മാറുമ്പോൾ അവിടുത്തെ കൾച്ചർ വേറെ. അത് ഒരു കൺട്രിയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിലും പല പല സ്ഥലത്തും പല ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണ്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. ഇനി UK പോയിട്ട് അവിടുത്തെ ഒരു കല്യാണം കൂടെ കൂടണം. അവിടുത്തെ എങ്ങനെയാണെന്ന് പറയാം, ആര് വിളിക്കാനോ, ആരെങ്കിലും വിളിച്ചാൽ പോവാം. അവിടെ എല്ലാവരും പാർട്ട്നേഴ്സ് ആണല്ലോ, കല്യാണം കുറവാണല്ലോ. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. ശനിയാഴ്ച ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ ഡൽഹിക്ക് പോകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റോത്തക്ക് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. ഇവിടുന്ന് 2 മണിക്കൂറോളം ഉണ്ട് നമുക്ക് ഡൽഹിക്ക് പോകാനായിട്ട്. അപ്പോൾ ശനിയാഴ്ച ഫ്രണ്ട്സിൻ്റെ ട്രെയിന് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം മെട്രോയിൽ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. നമുക്കിനി ഡൽഹി പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. ബൈ.